തറവാട്ടിൽ നിന്നുള്ള മടക്കയാത്ര എന്നെ ഒട്ടും സന്തോഷിപ്പിച്ചില്ല. പോകുമ്പോൾ കണ്ട കാഴ്ചകൾ തന്നെയാണെങ്കിലും അതൊന്നും എന്നെ രസിപ്പിച്ചില്ല. എന്താ പാറു, തറവാട്ടിൽ നിന്ന് പോന്നതിന്റെ വിഷമമാണോ? അടുത്തിരുന്ന ചേട്ടൻ എന്നെ കളിയാക്കി. എല്ലാം കൂടിയായപ്പോൾ എനിക്ക് ശരിക്ക് സങ്കടം വന്നുവെങ്കിലും ഞാൻ എന്റെ സങ്കടം ഉള്ളിലൊതുക്കി. പെട്ടെന്ന് എനിക്ക് മണിക്കുട്ടിയെ ഓർമ്മ വന്നു. അവൾ ഇത്ര ദിവസം എന്നെ കാണാതെ വിഷമിച്ചിട്ടുണ്ടാവില്ലേ? ഇത്ര ദിവസം തറവാട്ടിലെ സുഖങ്ങളിൽ മുഴുകിയപ്പോൾ ഞാൻ അവളെ പാടെ മറന്നു. തെറ്റായിപ്പോയി. അതോർത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങളും രാവിലെ അവയെ തുറന്നുവിടുന്നതും തീറ്റ കൊടുക്കുന്നതും ഞാനാണല്ലോ. നാണിയമ്മ അതെല്ലാം ചെയ്യുമെന്നറിയാമായിരുന്നിട്ടും എനിക്ക് സമാധാനമുണ്ടായില്ല. വേഗം വീട്ടിലെത്തി മണിക്കുട്ടിയെ കാണാൻ എനിക്ക് ധൃതിയായി. ബസ്സിന് വേഗത തീരെ പോരാ എന്നും എനിക്ക് തോന്നി. ഒരാഴ്ച കാണാതിരുന്നതുകൊണ്ട് മണിക്കുട്ടി എന്നെ മറന്നിട്ടുണ്ടാകുമോ അറിയില്ല. ഞാൻ തിരികെ ചെന്നാൽ അവൾ എന്നോടൊപ്പം കളിക്കാൻ വരാതെ പിണങ്ങിയിരിക്കുമോ? ഇങ്ങനെ പലതരം ചിന്തകൾ എന്റെ മനസ്സിൽ കടന്നുകൂടി. പാറൂട്ടി എന്താ ഇത്ര ആലോചിക്കുന്നത്? ചേട്ടൻ ചോദിച്ചു. ഞാൻ മണിക്കുട്ടിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, തറവാട്ടിൽ പോയപ്പോൾ നമുക്ക് അവളെയും കൂട്ടാമായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ് ചേട്ടൻ എന്നെ പരിഹസിച്ചു. ബസ്സിറങ്ങിയ ഉടനെ അച്ഛനേക്കാളും അമ്മയെക്കാളും ഒക്കെ വേഗത്തിൽ തന്നെ ഞാൻ നടന്നു. പാറു, എന്തിനാ ഇത്ര വേഗത്തിൽ നടക്കുന്നത്? അച്ഛൻ ചോദിച്ചു. അവൾക്ക് മണിക്കുട്ടിയെ കാണാനുള്ള ധൃതിയാണ്, മറുപടി പറഞ്ഞത് ചേട്ടനാണ്. വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ ബാഗ് അമ്മയെ ഏൽപ്പിച്ച ഒറ്റ ഓട്ടമായിരുന്നു തൊഴുത്തിനടുത്തേക്ക്. ഞാൻ ചെന്നപ്പോൾ വട്ടകയിൽ നിന്ന് കാടിക്കുടിക്കുകയായിരുന്നു മണിക്കുട്ടിയും തള്ളപ്പശുവും. അവൾ എന്റെ കാൽ പെരുമാറ്റം കേട്ട് ഉടനെ തലയുയർത്തി നോക്കി. മണികിലുക്കി ചെവിയാട്ടി എന്റെ അടുത്തേക്ക് ഓട്ടി വന്നു. എനിക്ക് സമാധാനമായി, അവൾ എന്നെ മറന്നില്ലല്ലോ. പിന്നെ കുറേ നേരം ഞാനും അവളും പറമ്പിൽ തലങ്ങും വിലങ്ങും ഓടിക്കളിച്ചു. ഞങ്ങൾ ഇരുവർക്കും നല്ല സന്തോഷമായി. തള്ളപ്പശു അതെല്ലാം തൊഴുത്തിൽ നിന്ന് നോക്കിക്കണ്ടു. അതിനിടയിൽ തള്ളക്കോഴിയുടെ ഒപ്പം ഇര തേടാൻ നടന്ന കുഞ്ഞുങ്ങളെയും ഓമനിക്കാൻ ഞാൻ മറന്നില്ല. പാറു വന്നിട്ട് കുളിക്കുകയോ വല്ലതും കഴിക്കുകയോ ഒന്നും വേണ്ടേ? അമ്മ ദേഷ്യപ്പെട്ടു. മനസ്സില്ല മനസ്സോടെ കളി നിർത്തി ഞാൻ കുളിക്കാൻ പോയി. അത് കഴിഞ്ഞ് അടുക്കളയിൽ ചെന്ന് നാണിയമ്മയുടെ കയ്യിൽ നിന്ന് നല്ല ചൂടുള്ള ചായയും പലഹാരങ്ങളും വാങ്ങിക്കഴിച്ചു. അച്ഛന്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? മുത്തശ്ശനും മുത്തശ്ശിക്കും സുഖമല്ലേ? നാണിയമ്മ കുശലം ചോദിച്ചു. തറവാട്ടിലെ വിശേഷങ്ങൾ ആരോടെങ്കിലും പറയാനായി കൊതിച്ചിരുന്ന എനിക്ക് നാണിയമ്മയുടെ ചോദ്യങ്ങൾ ഒരു അനുഗ്രഹമായി തോന്നി. ഞാൻ ഒറ്റ ശ്വാസത്തിൽ നാണിയമ്മയുടെ മുന്നിൽ തറവാട്ടിലെ വിശേഷങ്ങളെല്ലാം വിളമ്പി. അങ്ങനെ പാറൂട്ടിയുടെ ഓണം പൊടിപൊടിച്ചുവല്ലേ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നാണിയമ്മ അഭിപ്രായപ്പെട്ടു. ചേട്ടൻ എവിടെയമ്മേ? ചേട്ടനെ കാണാതിരുന്നതുകൊണ്ട് അമ്മയോട് അന്വേഷിച്ചു. ചേട്ടൻ പുസ്തകങ്ങൾ ഒതുക്കി വയ്ക്കുകയാണ്. നാളെ മുതൽ സ്കൂളില്ലേ? അത് പറഞ്ഞപ്പോഴാണ് നാളെ സ്കൂൾ തുറക്കുന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നത്. നാളെ മുതൽ കൂട്ടുകാരെ കാണാം, ഓണവിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ഒപ്പം പരീക്ഷയുടെ ഉത്തരക്കടലാസ് കിട്ടും. മാർക്കിനെ കുറിച്ച് പേടിയില്ലാതില്ല. പരീക്ഷയെല്ലാം നന്നായി ചെയ്തിട്ടുണ്ടെങ്കിലും മാർക്ക് കുറയുമോ എന്ന് ഒരു ആശങ്ക എനിക്ക് തോന്നി. മുറിയിൽ ചെന്നപ്പോൾ ചേട്ടനും മാർക്കിന്റെ കാര്യമാണ് എന്നോട് പറഞ്ഞത്. ചേട്ടനും നന്നായി പഠിച്ചു, പരീക്ഷ എഴുതിയതല്ലേ, പിന്നെ എങ്ങനെ മാർക്ക് കുറയുന്നത്? ഞാൻ ചേട്ടന് ധൈര്യം കൊടുത്തു. അത്താഴം കഴിഞ്ഞ് കിടക്കാൻ നേരം ചേട്ടനും എനിക്കും നല്ല മാർക്ക് കിട്ടണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ക്ഷേത്രത്തിലെത്തിയപ്പോഴും അതായിരുന്നു എന്റെ പ്രാർത്ഥന. എല്ലാ പ്രാർത്ഥനയുടെയും ഫലമായി മാർക്ക് കിട്ടിയപ്പോൾ ക്ലാസ്സിലെ ഉയർന്ന മാർക്ക് എനിക്കായിരുന്നു. വളരെയധികം സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. എന്റെ സന്തോഷം ചേട്ടനോട് പങ്കുവെക്കാനായി ക്ലാസ് മുറിയിലേക്ക് ചെന്നപ്പോൾ ഇതേ സന്തോഷമാണ് ചേട്ടനും എന്നോട് പറയാനുണ്ടായിരുന്നത്. ചേട്ടനും കൂടി ഉയർന്ന മാർക്ക് ലഭിച്ചതറിഞ്ഞപ്പോൾ എന്റെ സന്തോഷം ഇരട്ടിച്ചു. ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നപ്പോൾ ആ സന്തോഷം അമ്മയെയും അറിയിച്ചു. അമ്മയ്ക്കും അഭിമാനം തോന്നി. ഓഫീസ് വിട്ട് അച്ഛൻ വന്നപ്പോൾ അമ്മ തന്നെ ആ സന്തോഷം അച്ഛനെയും അറിയിച്ചു. പിറ്റേ ദിവസം ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അച്ഛന്റെ കൈവശം ഞങ്ങൾക്ക് ഇരുവർക്കും ഓരോരോ സമ്മാനങ്ങളുണ്ടായിരുന്നു. അച്ഛന്റെ സമ്മാനങ്ങൾ ഇനിയും നന്നായി പഠിക്കുവാൻ ഞങ്ങൾക്കൊരു പ്രചോദനമായി. സമ്മാനങ്ങളെല്ലാം വീടിനടുത്തുള്ള കൂട്ടുകാർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവരും എന്നെ അഭിനന്ദിച്ചു. ക്ലാസ്സിലെ ഉയർന്ന മാർക്ക് എനിക്കായതുകൊണ്ട് ടീച്ചർമാരും മറ്റു കുട്ടികളും എന്നെ അനുമോദിച്ചു. അടുത്ത തവണയും ഉയർന്ന മാർക്ക് വാങ്ങിക്കണം എന്ന ചിന്ത അങ്ങനെ എന്നിൽ ഉടലെടുത്തു.